പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും ഷാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസ് വചന ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു വരുന്നു. ആമേൻ. ദൈവം നിങ്ങൾക്ക് തരുന്ന വിടുതലിനായി ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. കാക്കനാട് IMG ജംഗ്ഷനിൽ ഉള്ള വ്യാപാര ഭവന്റെ 3ാമത്തെ ഹാളിൽ ഷാലേം വർഷിപ്പ് സെന്റർ ആരാധന നടത്തി വരുന്നു. ഞായറാഴ്ചകളിൽ രാവിലെ 8 മുതൽ 10 വരെ അവിടെ സഭാരാധന നടക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മുതൽ 9 മണി വരെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. അതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുന്നു. യഹൂദേ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഓ ജൂദ, there is a harvest appointed for you when I restore the fortune of my people. ദൈവം നിനക്കൊരു ഹാർവസ്റ്റ് വെച്ചിട്ടുണ്ട്, ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. നിന്റെ സ്ഥിതിയെ മാറ്റുന്നവനാണ് ദൈവം. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അപ്പോൾ എന്നും നിനക്ക് ശൂന്യതയല്ല, എന്നും നിന്റെ വിത നശിക്കത്തില്ല, എന്നും നിന്റെ കളപ്പുരകൾ ശൂന്യമായി കിടക്കത്തില്ല. ദൈവം നിനക്കൊരു സമയം വെച്ചിട്ടുണ്ട്, ദൈവം നിനക്കൊരു നല്ല കാലം വെച്ചിട്ടുണ്ട്. അത് വന്നുകൊണ്ടിരിക്കുക. ആമേൻ. അത് വിശ്വാസത്താൽ കാണുക. ഈ 2024 തന്നെ നിന്റെ കളപ്പുരകളെ ദൈവം നിറയ്ക്കും. നിന്റെ ബിസിനസ്സുകൾക്ക് ദൈവം ഒരു മാറ്റം വരുത്തും. നിന്റെ തലമുറകളെ ദൈവം ഉന്നതിയിലേക്ക് മാറ്റും. നിനക്കും ഒരു കൊയ്ത്തുണ്ട്. മറ്റുള്ളവർ കൊയ്യുന്നത് കണ്ട്, മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കണ്ട് നിന്റെ മനം മടുത്തു പോകണ്ട. നീ അതിനകത്ത് ഡെസ്പറേറ്റ് ആകണ്ട. നിനക്കൊരു കാലം ദൈവം വെച്ചിട്ടുണ്ട്. നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദിവസം ദൈവം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. അത് സ്തോത്രം, അത് അടുത്തു തന്നെ നിനക്ക് വെളിപ്പെട്ടു വരും. നീ അതിനായി കാത്തിരിക്കുക. അത് വൈകയില്ല, താമസിക്കുകയില്ല. നീ അത് പ്രാപിക്കും. അന്യനല്ല, നിന്റെ സ്വന്തം കണ്ണാൽ നീ അത് കാണും. ജോസഫിന്റെ ജീവിതത്തിൽ 13 നീണ്ട വർഷക്കാലം അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ കാലമായിരുന്നു. പൊട്ടക്കിണറും കാരാഗ്രഹവും അടിമത്തത്തിന്റെയും അവസ്ഥയിൽ കൂടെ പോയി ജോസഫ് പലപ്പോഴും ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞു കാണും. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്തിന് ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു? പലരും സ്വാതന്ത്ര്യമായി നടക്കുമ്പോൾ ജോസഫിന്റെ ഹൃദയം പലപ്പോഴും പടഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ജോസഫിനോട് പറഞ്ഞു, നിനക്ക് അപ്പൻ നൽകാത്ത, സഹോദരങ്ങൾക്ക് തരാൻ കഴിയാത്ത ഒരു മാന്യത ഞാൻ നിനക്ക് തരുവാൻ. ആമീൻ. നിന്നെ ഈ പൊട്ടക്കിണറ്റിന്റെ അവസ്ഥയിൽ കൂടെ, ഈ കാരാഗ്രഹത്തിൽ കൂടെ നിന്നെ ഞാൻ നടത്തുന്നു. എന്തിനാണെന്നറിയാമോ? നിനക്കൊരു കൊയ്ത്തിനാ. ചിലർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴാനാ, ചിലർ നിന്നെ നമസ്കരിക്കാനാ. ആമീൻ. മനുഷ്യർക്ക് ഉയർത്തുവാൻ കഴിയാത്ത ഒരു പൊസിഷനിലേക്ക് ആമീൻ ജോസഫിനെ ദൈവം ഉയർത്തിയെങ്കിൽ, എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ആമീൻ സഹോദരിമാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവമുണ്ട്. 13 വർഷത്തെ ബ്രാക്കറ്റ് പീരീഡിനകത്ത് വേദന അനുഭവിച്ച് തകർന്ന ജോസഫിനെ ഒരു നിമിഷം കൊണ്ട് സ്വർഗത്തിലെ ദൈവം കാരാഗ്രഹത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നു. ആമേൻ. സോദര, മിസ്രൈമിൽ രണ്ടാമനാക്കി സ്വർഗത്തിലെ ദൈവം ജോസഫിന്റെ സ്ഥിതിയെ മാറ്റിയെങ്കിൽ, ആമേൻ, വിശ്വസിക്കുക. നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് ഒരു നിമിഷം മതി, ഒരു ദർശനം മതി, ഒരു പ്രമോഷൻ മതി, ഒരു ഒരൊറ്റ മൂവ്മെന്റ് മതി, ഒരൊറ്റ കോൺട്രാക്ട് മതി നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാറാൻ. ബിസിനസ് ചെയ്യുന്നവരോട് ഞാൻ പറയാം, ഒരൊറ്റ കോൺട്രാക്റ്റിൽ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറുന്ന, നിന്റെ കമ്പനിയുടെ സ്റ്റാറ്റസ് മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയോ. നിനക്കും ഒരു കൊയ്ത്തുണ്ട്. Praise the Lord. Hallelujah. Praise the Lord. ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം, എൻ്റെ അതിരുകളെ വിശാലമാക്കണം. ഹല്ലേലൂയ. അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം നീ എന്നെ കാക്കണം. അവൻ അപേക്ഷിച്ചതിനെ ദൈവം കൊടുത്തു. ദൈവമക്കളെ, ഇന്ന് നീ കിടക്കുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ എബ്ബേസിന്റെ
ഒരൊറ്റ പ്രാർത്ഥന, അവനെ ദൈവം മാനിച്ചു. നിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കും. നിന്റെ അതിരുകളെ ദൈവം മാനിക്കും. ഇതിന്റെ ഞെരുക്കങ്ങളും ദൈവം നിന്നെ ഉയർത്തും. ഇന്ന് നീ ഇടുങ്ങിയ അവസ്ഥയിൽ കിടന്നുകൊണ്ടാ, ഇന്ന് നീ തകർന്ന അവസ്ഥയിൽ കിടന്നുകൊണ്ടാ എന്നെ കേൾക്കുന്നതെങ്കിൽ ഭാരപ്പെടണ്ട. നിനക്കൊരു കൊയ്ത്തുണ്ട്, നിനക്കൊരു ഉയർച്ചയുണ്ട്, നിനക്കൊരു അനുഗ്രഹമുണ്ട്, നിനക്കൊരു പ്രമോഷൻ ഉണ്ട്. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നീ ബേസിനെ പോലെ പ്രാർത്ഥിച്ച് നിശ്ചയമായും എന്നെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. അത് കർത്താവേ, ഈ വർഷത്തിന്റെ അവസാനത്തിലല്ല, അത് ഇപ്പോൾ നടക്കണം. ദൈവം എബേസിന്റെ സ്ഥിതിയെ മാറ്റി. ഹന്ന ദൈവത്തോട് വളരെ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചത്, വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചു? എനിക്കൊരു പുരുഷ സന്തതിയെ തരണം. എനിക്കൊരു പുരുഷ സന്തതിയെ തന്നാൽ ഞാൻ അവനെ ജീവപര്യന്തം നിനക്ക് തരും. ആമീൻ. മച്ചി എന്ന് വിളിച്ച് അവളെ കളിയാക്കി. ഇനി ഇവൾ പ്രസവിക്കത്തില്ല, ഒരു അമ്മയാകാൻ ഇവൾക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ് പെനീന ഇവളെ കുത്തുമ്പോൾ അവിടെ സ്ഥിതിയെ മാറ്റുവാൻ, അവിടെ ഗർഭത്തെ തുറക്കുവാൻ, അവൾക്ക് തലമുറയെ കൊടുക്കുവാൻ കഴിവുള്ള ദൈവം തമ്പുരാനോട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ, ആമീൻ സ്തോത്രം, ഒരു ശ്രേഷ്ഠ പ്രവാചകന് ജന്മം കൊടുക്കുവാൻ ഹന്നയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ആമീൻ, ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലയെ തുറന്നിരിക്കുന്നു. അതെ, നിന്റെ കൊമ്പിനെ ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. നിന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ ദൈവത്തിന്റെ സാക്ഷ്യം പറയുവാൻ, നിന്റെ വായ തുറക്കുവാൻ, അവൻ വിസ്താരമാക്കുവാൻ കഴിവുള്ള ദൈവം. ആ ദൈവം നിന്റെ സ്ഥിതി മാറ്റുന്നവനാണ്. പത്രോസിന്റെ പടകിനെ ഒരു ഒറ്റ വലയിറക്കിന്, ഒറ്റ വീശോത്രം വല വീശലിന് ആ പടകിനെ നിറച്ച ദൈവം നിന്റെ ദൈവമാണ്. ആ ദൈവം നിന്റെ ശൂന്യതയെ മാറ്റുവാൻ ശക്തനാ. ആമീൻ. സഹോദര സഹോദരിയെ നിന്നോട് പറയുന്നു, നിന്റെ പടകിനെ നിറയ്ക്കുവാൻ. ആമീൻ സ്തോത്രം, ഹല്ലേലൂയ. നീ വേറെ ഒരു വളഞ്ഞ വഴിയിൽ പോകണ്ട. ദൈവത്തിന്റെ വാക്കുകൾ നീ അനുസരിക്കുക. അവൻ പറയുന്നിടത്ത് നീ പടകിനെ എത്തിക്കുക, വലയിറക്കുക. ഒരു അത്ഭുതം നീ കാണും, ഈ ദിവസങ്ങളിൽ കാണും. അതിനായി ഒരുങ്ങുക. യഹൂദേ, ദൈവത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഞാൻ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. There is harvest for you. നിനക്കൊരു കൊയ്ത്തുണ്ട് സഹോദര. വിശ്വസിക്കുക, കർത്താവിൽ ശരണപ്പെടുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശു കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എൻ്റെ കേൾവിക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. 24 അവർക്ക് അത്ഭുതകരമായ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവേ, ബിസിനസ് ചെയ്യുന്നവരുടെ കമ്പനികൾ അഭിവൃദ്ധിപ്പെടട്ടെ. തലമുറകളുടെ ഉയർച്ച കണ്ട് മാതാപിതാക്കൾ സന്തോഷിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് തലമുറകൾ ഉണ്ടാകട്ടെ. ഭവനമില്ലാത്തവർക്ക് ആമേൻ കർത്താവേ വിശാലത ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. ജനം മാനസാന്തരപ്പെടട്ടെ. ഒരു വിശാലത ദൈവസഭകൾക്കുണ്ടാകട്ടെ. ഞെരുക്കുന്നവരുടെ നടുവിൽ ദൈവസഭകൾ ആമേൻ വിശാലതപ്പെടട്ടെ. കർത്താവേ, എന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.